ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ പനീറാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ പനീർ, കോൺഫ്ലവർ, മൈദ, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെള്ളം, സോയാ സോസ്, ഉപ്പ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കാം. ഈ ബാറ്ററിലേക്ക് ആ പനീർ ഇട്ട് വെച്ച് നന്നായി ഇളക്കി ഒരു അരമണിക്കൂർ വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പനീർ വറുത്തെടുക്കാം. ഇത് കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം. നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്നിച്ച് ഇടരുത്, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നിച്ച് കട്ടയായി പോവുള്ളൂ. ഇപ്പോൾ നമ്മൾ പനീറൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്, പൊരിച്ചിലൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് കോരി എണ്ണ വരാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്കൊരു 3 ബാച്ചായിട്ട് അത് പൊരിച്ചെടുക്കാം. പനീർ മുഴുവൻ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള സോസ് തയ്യാറാക്കാൻ നോക്കാം. ഇനി സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, ക്യാപ്സിക്കം, സെലറി, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ചതച്ച മുളക്, സോയാ സോസ്, പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ്, പിന്നെ പഞ്ചസാര, തേൻ, ഉപ്പ് പാകത്തിന്, പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായി വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള അതിൻ്റെ പച്ചമണം പോണ വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം നമുക്ക്. ആ സമയത്ത് നമുക്കത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ചതച്ച മുളക് ഇട്ട് അതൊന്ന് നന്നായി വഴറ്റാം. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സെലറി, സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കം എല്ലാം ഇട്ടൊന്ന് വഴറ്റണം. ക്യാപ്സിക്കം ഞാനിവിടെ 2 കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് പച്ച മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി. ഇതെല്ലാം നന്നായി വഴറ്റി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ്, തേൻ, പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക, എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ മിക്സിയിൽ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയെല്ലാം കൂടി സോസും ഒക്കെ നന്നായി മിക്സായി ചെറുതായിട്ടൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഇനി ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് പൊരിച്ച് വെച്ച പനീർ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി ആ മസാലയൊക്കെ പനീറിൽ നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പനീറിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ്. ഇനി നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റി ക്യാപ്സിക്കും സ്പ്രിംഗ് ഓണിയനും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഡ്രാഗൺ പനീർ റെഡിയായി.